ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു Ashbicreations. ഇന്ന് നമ്മൾ ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൽ ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുന്തൻ സ്റ്റോൺ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഗ്രീൻ കളറിലെ കുന്തൻ സ്റ്റോൺ ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡൻ കളറിലെ, അതുപോലെ തന്നെ നമുക്ക് റെഡ് കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 കളറ് കുന്തൻ സ്റ്റോണും പിന്നെ അതുപോലെ ഈ ഒരു വൈറ്റ് കളറിലെ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കട്ട് ബീഡ്സ് വേണം. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗമാണ് ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ലൈൻസ് ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് സ്ലീവിലാണ് ഈ ഒരു വർക്ക് വരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ അളവ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സ്ലീവിൻ്റെ എൻഡിങ് പോർഷനിൽ നിന്ന് മുകളിലേക്ക് ഒരു 4 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. അതൊരു ജസ്റ്റ് ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കുക. ബോക്സ് ആക്കിയെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്ലീവിൻ്റെ വണ്ണം അനുസരിച്ചിട്ട് വേണം, എൻഡിങ് പോർഷനിൽ വണ്ണം അനുസരിച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 8 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 8 ഇഞ്ചിലാണ് ഞാനവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്, സ്ലീവിൻ്റെ വണ്ണം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. മുകളിലേക്ക് ഒരു 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ബോക്സ് ആക്കി എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലാണ് ഈ ഒരു ലൈൻസൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം സെൻറ്റർ ഭാഗത്ത് ഒരു വലിയൊരു ലൈൻ വരച്ച് കൊടുക്കുക. അതിൻ്റെ ലെഫ്റ്റും റൈറ്റും അതിൻ്റെ ചെറുത്, പിന്നെ അതിൻ്റെ ചെറുത്, അങ്ങനെ നമ്മുടെ സ്ലീവിനെ നമ്മൾ എവിടെ വരെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ അത്രയും ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു ലൈൻസ് വരച്ചു കൊടുക്കുക. അതിലാണ് നമ്മളിപ്പോൾ ഈ ഒരു കട്ട് ബീഡ്സും അതുപോലെ തന്നെ ആ ഒരു പേളും ഫിക്സ് ചെയ്തത്. താഴത്തെ ഈ ഒരു ബോക്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ബോക്സ് പോലുള്ള ഭാഗത്ത് കുറേ ഡോട്ട്സ് കണ്ടോ, ആ ഡോട്ട്സ് ഉള്ള ഭാഗത്തൊക്കെ കുന്തൻ സ്റ്റോൺ ഇതുപോലെ പല കളറ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ഈ ഒരു ഷുഗർ ബീഡാണ് എടുത്തിട്ടുള്ളത്. തീരെ കുഞ്ഞു ഷുഗർ ബീഡ്സാണ് കേട്ടോ. അതാണ് നമ്മുടെ ഈ ഒരു കുന്തൻ സ്റ്റോണിൻ്റെ ചുറ്റിനും ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈനർ കുർത്തിയാണിത് കേട്ടോ. സ്ലീവ് ഡിസൈൻ മാത്രമേ വന്നിട്ടുള്ളൂ എങ്കിലും നമുക്ക് ദുപ്പട്ടയിലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു വർക്കാണ്. പെട്ടെന്നൊന്നും അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റത്തില്ല, കാരണം ഒരു കുറച്ച് ദിവസം നമുക്ക് വേണ്ടി വരും. കാരണം ഈ കുന്തൻ സ്റ്റോണൊക്കെ നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടണം, ഉണങ്ങിയതിന് ശേഷമല്ലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സമയം നമുക്ക് ആവശ്യമാണ് ഈ ഒരു ഡിസൈൻ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതായത് ഇതുപോലെ ഈ ഒരു റെഡ് കളറിലെ സ്റ്റോണിന് ചുറ്റിനും ഞാൻ ഇതുപോലെ ഷുഗർ ബീഡ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ കളേഴ്സിലും നമുക്ക് മാറി മാറി ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം കുറച്ച് ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് കൊടുത്ത് വേണം കേട്ടോ ഈ ഒരു സ്റ്റോൺസൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതാ ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്കൊന്ന് ഈ ഒരു ഷുഗർ ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ എന്താ ഇവിടെ എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പുള്ള ഭാഗമൊക്കെ ഉണ്ടല്ലോ, അവിടെ നമ്മുടെ ആദ്യം കാണിച്ച ആ വൈറ്റ് കളറിലെ പേളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു ബീഡ്സ് എടുത്ത് ഒന്ന് ലോക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ആ വൈറ്റ് കളറിലെ പേളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ആരി നീഡിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ആരി നീഡിൽ വെച്ച് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്കാണ് നോർമൽ നീഡിൽ വെച്ച് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം നോർമൽ നീഡിലിൻ്റെ സൈസ് വന്നിട്ട് 12 ഇഞ്ചാണ്. 12 സൈസിലുള്ള നീഡിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് സ്ലീവിൻ്റെ എൻഡിങ് പോർഷൻ നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കാം. ആ ലൈൻസ് വരച്ചിട്ടൊക്കെ കണ്ടല്ലേ, ആ ലൈൻസ് ഉള്ള ഭാഗത്ത് കട്ട് ബീഡ്സ് ആദ്യം ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ കട്ട് ബീഡ്സ് കാണിച്ചില്ല, ആദ്യം ഒരു ബീഡ്സ് എടുക്കുക, അതിൻ്റെ ബാക്കിലേക്ക് നീക്കിയിട്ട് ത്രെഡ് എടുക്കുക. പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്ത ബീഡ്സിൻ്റെ അടുത്തോട്ട് നീക്കിയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരി നീഡിലിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ കട്ട് ബീഡ്സൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ട് താഴെ നമ്മൾ ആ വൈറ്റ് കളറിലെ പേളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് തൊട്ട് താഴെ കട്ട് ബീഡ്സ് വീണ്ടും. അപ്പോൾ ഒരു 3 ലെയറായിട്ടാണ് നമ്മൾ ഈ ഒരു എഡ്ജ് പോർഷനിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ബാക്കിയും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ദുപ്പട്ടയാണ്. ദുപ്പട്ടയ്ക്ക് എന്താ ഇതുപോലെ നമ്മൾ സ്റ്റോൺസൊക്കെ ഒട്ടിച്ചു, പിന്നെ നമ്മുടെ ഷുഗർ ബീഡ്സൊക്കെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു എൻഡിങ് പോർഷൻ വെച്ചിട്ട് നമ്മൾ മടക്കി അങ്ങ് അടിക്കുകയാണ് ചെയ്തേക്കുന്നത്.
അപ്പോൾ ഈ ഒരു ദുപ്പട്ടയ്ക്കും അതുപോലെ സ്ലീവിന് മാത്രമേ ഉള്ളൂ ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് കാണാം. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വരുന്നത്. 2 സ്ലീവിലും നമുക്ക് വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എൻഡിങ് പോർഷനിൽ നമ്മുടെ ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട്. ഇനി ദുപ്പട്ടയുടെ സൈഡ് ഞാൻ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത്. ദുപ്പട്ടയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്ന ഒരു സൈസ് എന്ന് പറയുന്നത് ഒരു 5 ഇഞ്ച് ഒരു 6 ഇഞ്ചോളം മുകളിലേക്ക് എടുത്തിട്ടുണ്ട്. എഡ്ജ് പോർഷനിൽ നിന്ന് മുകളിലേക്ക് എടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദുപ്പട്ടയുടെ ലെങ്ത് ആദ്യം എടുക്കുക. ലെങ്ത് ഒരു 2.5 മീറ്റർ ലെങ്തിലാണ് എടുക്കുന്നെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടുപിടിക്കുക. ആ സെൻറ്റർ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് എത്ര ഇഞ്ചാണോ നിങ്ങൾക്ക് മുകളിലേക്ക് എത്ര വീതിക്കാണോ നമുക്ക് വേണ്ടത് അത്രയും നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. അടയാളപ്പെടുത്തി കൊടുത്തിട്ടാണ് നമ്മളുടെ ഈ ഒരു സ്റ്റോൺസൊക്കെ ഒന്ന് ഇട്ടിച്ച് കൊടുക്കുന്നത്. നമ്മുടെ കഴുത്തിൽ പറ്റിച്ചേർന്ന് കിടക്കാനുള്ള ദുപ്പട്ടയ്ക്കാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു 14 ഇഞ്ചോളം സെൻറ്ററിൽ അടയാളപ്പെടുത്തിയിട്ട് സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു 7ഉം റൈറ്റ് സൈഡിലേക്ക് 7ഉം അടയാളപ്പെടുത്തുക. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റോൺസൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ അളവ് ഞാൻ അങ്ങനെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.